ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? പക്ഷെ ശരണ്യ ചിന്തിക്കേണ്ട ഒരു ബിഗ് ബോസ് ഷോ ശരണ്യെ പോലെ മിണ്ടാതിരിക്കുന്ന വ്യക്തികൾക്കുള്ളതാണോ? അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്തോർത്തന്നെ പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. അവിടെ ഇന്ന് കൂട്ടിത്തല്ല്, തമ്മിലിടി, അതല്ലേ ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റന്റ്? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ, പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? ലാലേട്ടൻ പറയുന്നത് എന്താ എല്ലാം വീക്കിലി വന്നിട്ട്? അതെനിക്കും അറിയില്ല. പിന്നെ തന്നെ എന്തിനാ കൂടെ കെട്ടിയെടുത്തത്? പിന്നെ ഞാൻ ഇനി എങ്ങോട്ട് പോകും? ബിഗ് ബോസ് എന്ന് പറയുന്ന വരക്കിടാൻ മാത്രമാണോ? അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ? ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? അത് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ പ്രേക്ഷകർക്ക് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറും. ഒഴിഞ്ഞൊഴിഞ്ഞില്ല. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാലും ശരണ്യെ പലപ്പോഴാണെങ്കിൽ പോലും ശരണ്യ അങ്ങനൊന്നും പൊട്ടിത്തെറിക്കത്തില്ല. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ. ശരണ്യ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചിരിച്ചു നിൽക്കുന്നു. മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും പുറമെ പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ് ശരണ്യ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പക്ഷെ ശരണ്യ എന്ന് പറയുന്ന പേര് ഇന്നും ജനങ്ങൾ കാണുന്നത് ഡ്രസ്സിങ്ങിലാ. അല്ല എന്നൊരു ജനസംസാരം ഉണ്ട്. അതായത് ഡ്രസ്സ് ഇട്ട് എക്സ്പോസ് ചെയ്യുന്ന ശരണ്യെ ആളുകൾ കാണുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് 65 ദിവസം 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? എന്താണ് ഈ വേഷത്തിനൊരു കുഴപ്പം? ഒറ്റ നോട്ടത്തിനൊരു തറവാട് ലുക്ക് തോന്നുകയല്ലേ? ഒരു തറവാടിയതാന്ന് തോന്നുന്നു. എപ്പിസോഡ്സ് കണ്ടോ? കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കെന്തോ പോലെ. എക്സ്പോസ്ഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? പറയാം. വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? ശരണ്യ കാണിച്ചത് എന്താണോ അതാണ് എക്സ്പോസ്. ആണോ? മറ്റ് കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്തത് ശരണ്യ അവിടെ കാണിച്ചു. അതിന്റെ കഴിവല്ലേ? മറ്റേ കണ്ടസ്റ്റന്റ് ഒന്നും കാണിക്കാത്ത വ്യത്യാസമായിട്ട് നിന്ന് അതിന്റെ കഴിവാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ആ കഴിവാണോ ഡ്രസ്സിങ്ങിലൂടെ കാണിച്ചത്? നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ട് ആക്കിയതാ. അപ്പൊ ഞാൻ ശരണ്യോട് ചോദിക്കുന്നത്, ആ ജിംവേർ ഇട്ടത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു? എവിടുന്ന് കിട്ടിയോ തനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? അപ്പൊ ആൻസർ പറയട്ടെ? പറയണമല്ലോ. റെഡി ആണല്ലോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അവിടെ ഇട്ടത് ജിം വെയർ ആണ്. ഓക്കെ, എന്റെ ഏതെങ്കിലും പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിരുന്നോ? അങ്ങനെ പറഞ്ഞാ എങ്ങനെ പറയണം? കാണുന്നുണ്ടായിരുന്നോ? ശരിക്കും അതിലും കാണുമായിരുന്നു. അതും കൂടി ചെയ്തുതരാം. ജിംവേർ മാത്രം കാണാൻ എന്റെ സുഹൃത്ത് എപ്പോഴും ബിഗ് ബോസ് ഓണാക്കുമായിരുന്നു. നല്ല കാര്യമല്ലേ? വേണ്ടായിരുന്നു. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഗബ്രി ജാസ്മിന്റെ ജീവിതം ഇല്ലാതാക്കിയതിൽ ഗബ്രിക്ക് പങ്കുണ്ടോ? കണ്ടില്ലേ അവന്റെ തന്നിറം? അത് അവന്റെ പെങ്ങളല്ലേ? ഉണ്ടാ, ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. രണ്ടുപേർക്കും പങ്കുണ്ട്. നിങ്ങൾക്ക് തോന്നിയിരുന്നു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ശരണ്യക്ക് തോന്നിയത് പ്രണയമായിരുന്നെന്ന്? ഒരു ദിവസം കൊണ്ട് ഒരാളോട് ഐ ലവ് യു എനിക്കാവും. അത് ശരണ്യക്ക് എന്നല്ല, ആർക്കും പറ്റത്തില്ല. അപ്പൊ ഇത് അവരുടെ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ? അവരുടെ ഗെയിം പ്ലാൻ ആയിരുന്നോ? എന്തായാലും ചീറ്റിംഗ്. സ്വന്തം ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ബ്ലോക്ക് വരുന്നു. ജാസ്മിൻ സിമ്പിൾ ആയിട്ട് പറയുന്നു, ലാലേട്ട ഒരു ബ്ലോക്കേ ഉള്ളൂ. ഞാൻ അറിയാതെ അതങ്ങനെ സംഭവിച്ചു പോയതാ. ആ ജാസ്മിൻ തന്നെ ഗബ്രി പോയപ്പം ഫോട്ടോ എടുത്ത് കരയുന്നു. ഗെയിം വരുമ്പോ ആ കരച്ചില് മാറ്റുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.